ഹലോ. ഹലോ ജയറാമേട്ടാ, നമസ്കാരം. നമസ്കാരം. പറയടോ. ചേട്ടനെ ഇപ്പൊ മലയാളത്തിലൊന്നും അങ്ങനെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി? ഇപ്പൊ പഴയ പോലൊന്നും അല്ലൊരു ഒന്നും അങ്ങോട്ട് സെറ്റ് ആകാം. ഇത് നമ്മുടെ പഴയ സാധനങ്ങളൊന്നും ഏൽക്കുന്നില്ല. അതിപ്പോ ഇപ്പൊ ഓഡിയൻസിന്റെ ഒക്കെ ടേസ്റ്റ് ഒക്കെ കുറെ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാറിയാലല്ലേ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ കൊടുക്കാൻ പറ്റൂ. നമ്മൾ മാറുക എന്നൊക്കെ പറയുമ്പോ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്, ത്രില്ലർ സബ്ജക്റ്റ്, ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ. ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറൊക്കെ നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടൂ. ഞാൻ ചെയ്ത ത്രില്ലറുകളുടെ ഗതി അറിയാലോ. അന്നത്തെ ഓഡിയൻസ് അതൊന്നും അർഹിച്ചിരുന്നില്ല ജയറാമേട്ടാ. അപ്പൊ ഇപ്പോഴോ? ഇപ്പോഴത്തെ ഓഡിയൻസിന് പറ്റിയ സാധനമാണ് എൻ്റെ കയ്യിരിക്കുന്നത്. ചേട്ടനൊന്ന് കേട്ടു നോക്ക്. ആയിക്കോട്ടെ. അതാ പറ കേൾക്കട്ടെ. ഓക്കെ ഏട്ടാ. അപ്പോൾ നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേര് ഓസ്ലർ എന്നാണ്. അപ്പോൾ പുള്ളി ഒരു ACP ആണ്. അങ്ങനെ 3 വർഷം മുമ്പ് നമ്മുടെ ഓസ്ലറും പുള്ളിയുടെ ഭാര്യയും മോളും കൂടെ മൂന്നാറിൽ വെക്കേഷന് ടൂർ പോകും. അപ്പോൾ അവിടെ വെച്ച് ഓസ്ലറിൻ്റെ ഭാര്യയും കുഞ്ഞിനെ ആരോ തട്ടിക്കൊണ്ടുപോകും. പക്ഷെ അവിടെ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയ ആളെ പിടിക്കും. ആക്ച്വലി ഈ തട്ടിക്കൊണ്ടുപോയ ആൾ ഈ ഭാര്യേനെ കുഞ്ഞിനെ വെട്ടിഞ്ഞുറുക്കി എവിടെയോ കുഴിച്ചിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ വെട്ടിഞ്ഞുറുക്കിയതിൻ്റെ തെളിവും ആ വെട്ടുകത്തിയും ചോരയും ഒക്കെ കിട്ടും. പക്ഷേ കുഴിച്ചിട്ട് എവിടെയാണെന്ന് ഇയാൾ മറന്നുപോകും. നമ്മളിപ്പോ കുറെ സ്ഥലത്ത് പോയി കുഴിച്ചു നോക്കിയില്ല, എനിക്ക് ഓർമ്മയില്ല സാർ. ഓണസ്റ്റ്ലി ഐ ഡോണ്ട് റിമെമ്പർ. അതെന്തൊരു മറവിയാടോ. അത് ചേരാമേട്ടാ, ഈ പുള്ളിയാണെങ്കിൽ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ പരിപാടി ചെയ്യാൻ നേരത്തെ ഇവൻ ഹെവി ആയിട്ട് ഡ്രഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കതത്ര വിശ്വാസം പോരാ. വിശ്വാസം പോരല്ലോ, നമ്മുടെ ഓസ്ലറിനും ഇത് അത്ര വിശ്വാസം പോരാ. അതുകൊണ്ട് ഈ സംഭവം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ എല്ലാ മാസവും മുടങ്ങാതെ ഒരു ഫുൾ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചോട്ട് ഇവന് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് ഇവൻ കഴിക്കുന്നത് നോക്കിയിരിക്കും. അല്ല, ഈ ജയിലിൽ ചിക്കൻ ബിരിയാണി കിട്ടിയില്ലേ? പറഞ്ഞത് ശരിയാണല്ലോ, ഈ ജയിലിൽ ചിക്കൻ ബിരിയാണി കിട്ടത്തില്ല. അതാ ഈ പുള്ളി എന്തിനാ എല്ലാ മാസവും ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നത്? അത് ഈ ബിരിയാണിയുടെ നന്ദിയെങ്കിലും കാണിക്കടാ പുല്ലേ എന്നാണ് പുള്ളിയുടെ തോട്ട്. എന്നിട്ട് കാണിക്കൂ. കാണിക്കാൻ പുള്ളിക്ക് ഓർമ്മയില്ലല്ലോ. പോരാത്തതിന് നമ്മുടെ ഓസ്ലർ ഭയങ്കര ഡിപ്രഷനിലുമാണ്. അപ്പോൾ ഈ ഡിപ്രഷൻ കാരണം പുള്ളി അവിടെ പല സമയത്തായിട്ട് ഓരോ ജന്തുക്കളെ കാണും. ഫോർ എക്സാമ്പിൾ, ചില സമയത്ത് പാമ്പിനെ കാണും, ചില സമയത്ത് തത്തയെ കാണും, ചില സമയത്ത് പൂച്ചയെ കാണും, ചില സമയത്ത് ഉടുമ്പിനെ കാണും, ചില സമയത്ത് മരിച്ചുപോയ മോളെയും കാണും. അല്ല, ഈ മരിച്ചുപോയ മോളും പിന്നെ ഈ ഉടുമ്പ്, പൂച്ച, തത്ത, പാമ്പ് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം? പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല, ഹാലൂസിനേഷൻ. എന്നിട്ട് പിന്നെ കാണിക്കുന്ന ഒരു ആക്സിഡന്റ്. അപ്പോൾ ഒരു പാലത്തിൽ വെച്ച് ഒരു ബൈക്കുകാരനെ ഒരു ബൊലേറോ പിക്കപ്പ് വന്ന് ഇടിക്കും. ഈ ഇടികൊണ്ട് വീണ ആളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. പക്ഷെ പിറ്റേന്ന് ആരോ വന്ന് പുള്ളിയെ ഞരം മുറിച്ച് കൊലപ്പെടുത്തും. അങ്ങനെ കേസ് ഓസ്ലർ അന്വേഷിക്കാൻ വരും. ഓസ്ലർ അന്വേഷിക്കാൻ വരുമ്പോൾ അവിടെ നിന്ന് ഒരു പോസ്റ്റ് കാർഡ് കിട്ടും. അതിനകത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയേക്കും. പിന്നെ ഒരു റാൻഡം ആയിട്ടൊരു സെന്റൻസ്. ഈ റാൻഡം സെന്റൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കൊലകളുടെ എണ്ണമൊക്കെ, ഇനി എത്ര കൊലകളുണ്ട് ബാക്കി എന്നൊക്കെ കണ്ടുപിടിക്കുന്നത്. സീരിയൽ കില്ലിംഗ് ആണല്ലേ. അല്ല, പുള്ളിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. അതെ, ഈ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് പുള്ളിക്കാരൻ ആക്സിഡന്റ് ആയത്. ഏത് ഓക്കെ. അങ്ങനെ ഇത് അന്വേഷിച്ചിട്ട് അന്വേഷണം. അങ്ങനെ ഈ മരിച്ച ആളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പുള്ളിക്ക് കുറച്ച് ഫ്ലിർട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായി. അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ലാതെ മനസ്സിലായി. പിന്നെ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ റെനോവേഷൻ നടക്കുന്നതുകൊണ്ട് CCTV ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പോൾ അന്വേഷണം ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇതേപോലെ വീണ്ടും ഒരു കൊലപാതകം ഉണ്ടാവും. അപ്പോൾ ഈ കൊലപാതകം എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടേഷൻ ടീം ഒരുത്തനെ വെട്ടി നിറക്കി വഴിയിടും. അപ്പോൾ ഇയാളെ ഒരാൾ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കും. എന്നിട്ട് ഇയാളൊന്നും പറയാതെ ഇയാളങ്ങ് പോകും. അങ്ങനെ ഈ വെട്ടുകൊണ്ട പുള്ളിയെയും ഞാനും മുറിച്ചങ്ങും കൊല്ലും. അങ്ങനെ ഇത് അന്വേഷിക്കുമ്പോൾ ഇയാളെ ഇവിടെ കൊണ്ടാക്കിയ ആളാണ് കില്ലർ എന്ന് മനസ്സിലാവും. അല്ല, അതെന്ത് പരിപാടിയാ? പുള്ളിക്ക് വഴി വെച്ച് തന്നെ കാര്യം നടത്തിക്കൂടായിരുന്നു? ഇതിപ്പോ ഇനിയും പിന്നെ ഹോസ്പിറ്റലിൽ എല്ലാവരുടെയും കണ്ടുപിടിച്ച് അകത്ത് കയറണം, ആളെ കൊല്ലണം. റിസ്ക് അല്ലേ? എന്നിട്ട് അപ്പോൾ ഈ കൊലപാതകം സെയിം പാറ്റേൺ ആയതുകൊണ്ട് ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ഈ മരിച്ചവർ തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. CCTVയിൽ ഒരാൾ മാസ്ക് വെച്ചിട്ട് ആളെ കൊന്നിട്ട് നടന്നു പോകുന്നൊക്കെ കാണിക്കും. അപ്പം പോലീസിന് മനസ്സിലാവും ഇവർ രണ്ടുപേരുണ്ടെന്ന്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ 3ാമത്തെ കൊലപാതകം നടക്കും. സെയിം പാറ്റേൺ, ഡിഫറെന്റ് ഹോസ്പിറ്റൽ. അങ്ങനെ ആ കൊലപാതകത്തിൽ മനസ്സിലാവും ഇനി 2 കൊലപാതകം കൂടി നടക്കാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഇനി 2 കൊലകൾ കൂടി. മാത്രമല്ല, കൊലപാതകയ്ക്ക് സംസാരശേഷിയില്ല. ഒരു സ്പീക്കിംഗ് ഡിവൈസ് വെച്ചിട്ടാണ് പുള്ളി സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അങ്ങനെ ഈ ഡിവൈസ് യൂസ് ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മുടെ കൊലപാതകയെ കണ്ടുപിടിക്കും. അദ്ദേഹമാണ് കൃഷ്ണദാസ്. ഞാൻ എവിടെയോ അപ്പോൾ പണ്ട് ഇയാളുടെ തൊണ്ടയിൽ ഒരു മുഴ വന്നപ്പോൾ ഓപ്പറേഷൻ ചെയ്തത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന 2-3 വിദ്യാർത്ഥികളായിരുന്നു. അപ്പോൾ അവരുടെ മെഡിക്കൽ നെഗ്ലിജൻസ് കാരണം പുള്ളിയുടെ സൗണ്ട് പോയി. അപ്പോൾ അതിന് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ അവരുടെ മക്കളെ എല്ലാം കൊല്ലുന്നത്. ഇനി കൃഷ്ണദാസ് കൊല്ലാൻ ഉദ്ദേശിക്കുന്ന 4ാമത്തെ ആൾ അലക്സാണ്ടർ ആണ്. പുള്ളി കല്യാണവും കഴിച്ചിട്ടില്ല, പുള്ളിക്ക് മക്കളും ഇല്ല. അതുകൊണ്ട് പുള്ളി ഇതെല്ലാം നേരത്തെ മനസ്സിലാക്കി ദുബായിലേക്ക് എസ്കേപ്പ് ആവും. അയാൾക്ക് ബുദ്ധിയുണ്ട്. അപ്പൊ ഈ 5ാമന്റെ പേര് സേവിയർ എന്നാ. അപ്പൊ പുള്ളിക്ക് ഇപ്പോൾ ഒരു സർജറി ഉണ്ട്. അപ്പൊ അതിനു വേണ്ടി റെഡി ആവുകയാണ്. അപ്പൊ അതിന്റെ പരിപാടിക്ക് ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഈ ദുബായി പോയ 4ാമൻ അങ്ങ് തിരിച്ചു വരും. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ ഞാൻ ഓടി മടുത്തു, എനിക്കിനി വയ്യ.
എന്തായാലും അലക്സാണ്ടർ വീട്ടിൽ വന്നതറിഞ്ഞിട്ട് കൃഷ്ണദാസ് കുറെ പേരെ വിളിച്ചുകൊണ്ട് അലക്സാണ്ടർ വീട്ടിൽ പോകും. അവിടെ വെച്ച് ഓസ്ലറും കൃഷ്ണദാസും തമ്മിൽ പൊരിഞ്ഞ ഫൈറ്റ്. ഒരു ഈ ഓസ്ലർ എന്നല്ലാതെ വേറെ ഒരു പേരും കിട്ടിയില്ലേ? അല്ലാട്ടാ, കുറച്ച് വെയിറ്റ് ഉള്ള പേരല്ലേ എബ്രഹാം ഓസ്ലർ. താൻ പറയുമ്പോൾ ഞാൻ ഈ ഓസി എന്നാ കേൾക്കുന്നത്. ആ കുഴപ്പമില്ല, എല്ലാവരും എബ്രഹാം സാർ എന്നായിരിക്കും വിളിക്കുന്നത്. ഏയ്, എല്ലാരും ഓസ്ലർ ഓസ്ലർ സാർ ഇതാ വിളിക്കുന്നത്. ഈവൻ ഭാര്യയും കൊച്ചും വരെ ഓസ്ലർ എന്നാ വിളിക്കുന്നത്. ഓസ്ലറെ 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 ഓസ്ലർക്കാ ഓസ്ലർ സാർ. ഓസ്ലറേ. So Osler. ഓസ്ലർ സാർ. Osler. ഓസ്ലറാ. Osler sir. ഓസ്ലർ. Hello, Osler. അന്ന് ഇയാളുടെ അച്ഛന്റെ പേരില്ലേ ഈ ഓസ്ലർ? പിന്നെന്തിനാ എല്ലാവരും ഓസ്ലർ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നേ? നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കേണ്ട ജാനാട്ടെ. എബ്രഹാം ഓസ്ലർ അത്രയും ഇരിക്കട്ടെ. ശാപം. ബാക്കി പറയാം. ഈ ഫൈറ്റിനിടയ്ക്ക് നമ്മുടെ അലക്സാണ്ടറിനെ കാണാതാവും. അങ്ങനെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് കൃഷ്ണദാസിനെ ചോദ്യം ചെയ്യുമ്പോഴും പുള്ളി ഒന്നും പ്രത്യേകിച്ച് പറയത്തില്ല. അലക്സാണ്ടറിനെ എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പറയടാ. അതെന്താ പുള്ളിക്ക് വിടാൻ പറ്റാത്തോണ്ട് ചളി അടിക്കാതെ കാര്യം പറയണോ? പ്രത്യേകിച്ചൊന്നും പറയത്തില്ല. പൂമാനമേ പാട്ടൊക്കെ പാടും. വേറെ ഒരു പാട്ടും കിട്ടിയില്ല അല്ലയോ? അതും പൂമാനമേ തന്നെ. എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അത് കയറാൻ പറ്റാ. അപ്പൊ പോലീസുകാർ വേറെ ചോദിക്കത്തില്ല. അതിപ്പോ പുള്ളിയെടുത്ത് ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. പുള്ളിക്ക് മിണ്ടാൻ പറ്റത്തില്ല. വെറുതെ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് വിചാരിച്ച്. ജീവിച്ചു മതിയായ ഒരു മനുഷ്യനെ നമ്മൾ ഇനി എന്ത് പറഞ്ഞ് ഭയപ്പെടുത്താൻ? കൊള്ളാം. അലക്സാണ്ടർ കാര്യത്തിൽ തീരുമാനമായി. അല്ല, ഇതിനിടയ്ക്ക് നമ്മുടെ അറ്റൻഡന്റ് ഭാര്യ ഇതേപോലെ ഹോസ്റ്റലിനെ കാണാൻ വരും. എന്നിട്ട് ഒരു 5-6 മാസം മുമ്പേ ഒരു ഡോക്ടർ ഈ കാര്യമെല്ലാം അന്വേഷിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടുള്ള കാര്യമൊക്കെ പറയും. പക്ഷെ പോലീസുകാര് വിത്തിൻ സെക്കൻഡ്സ് ആളെ ഊഹിച്ചും കണ്ടുപിടിക്കും. സുജാന്ന പറഞ്ഞ ഇയാളാണോ? ആ ഈ പയ്യനാണ് സാറേ. അതങ്ങനെ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. പക്ഷെ ഓസ്ലർ ഈ ഡോക്ടറിനെ തപ്പി ഡോക്ടറിന്റെ തറവാട്ടിൽ ചെല്ലും. അപ്പൊ ഈ ഡോക്ടർ പണ്ട് ചേച്ചി ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയാണ് പോയതെന്നുള്ള കാര്യമൊക്കെ പറയും. ഓസ്ലർ പിന്നെ നിഷ്കളങ്കനായോണ്ട് ഇതെല്ലാം അങ്ങ് വിശ്വസിക്കും. എടോ, എന്നാലും ഒരു സസ്പെക്ട് പറയുന്ന കഥ അതിനെ കുറിച്ചൊന്നും അന്വേഷിക്കുക പോലും ചെയ്യാതെ പുള്ളി അങ്ങനെ ചേരാൻ വേണ്ട എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ആ ബെസ്റ്റ്. അങ്ങനെ അലക്സാണ്ടർ ആയിരുന്നു രണ്ടാം കില്ലർ. നേരത്തെ കണ്ട അലക്സാണ്ടർ വ്യാജനായിരുന്നു. അയാളുടെ യഥാർത്ഥ പേര് സുധാകരൻ പയ്യാരത്ത് എന്നൊക്കെ പോലീസ് കണ്ടുപിടിക്കും. ഈ സമയം കൊണ്ട് നമ്മൾ ഒറിജിനൽ അലക്സാണ്ടർ സേവിയറിനെ കടത്തിക്കൊണ്ടുപോകും. ആരാ ഈ സുധാകരൻ പയ്യാരത്ത്? സുധാകരൻ പയ്യാരത്ത് ആരാണ് അയാള്? അത് താങ്കൾ അയാളോട് ചോദിക്കണം സാർ. അന്ന് ഈ അലക്സാണ്ടർ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? ഇതൊക്കെ അയാളുടെ ഫ്രണ്ട്സ് അല്ലേ? അത് ചേട്ടാ, ഇതിന്റെയൊക്കെ ബാക്ക് സ്റ്റോറി നമ്മുടെ അലക്സാണ്ടറിനെ പിടിക്കുമ്പോൾ പുള്ളി തന്നെ പറയും. അപ്പൊ പുള്ളി പിടിക്കുവോ? പിന്നെ ആള് സേവിയറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഡിസെക്ഷൻ ഹോളിൽ കൊണ്ട് കടത്തും. എന്നിട്ട് മറ്റേ സർജിക്കൽ മാർക്കൊക്കെ വരയ്ക്കും. ഇതെന്താ ഈ സർജിക്കൽ മാർക്കൊക്കെ? പുള്ളി MBBS കംപ്ലീറ്റ് ചെയ്യാത്തതുകൊണ്ട് ഈ സർജിക്കൽ മാർക്ക് വരയ്ക്കാതെ സർജറി ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. എന്നിട്ട് അലക്സാണ്ടർ ഞരമ്പൊക്കെ മുറിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ഓസ്ലർ ചാടി വീഴും, 2 വെടി വെക്കും. എന്നിട്ട് പുള്ളി അറസ്റ്റ് ചെയ്യും. അല്ല, അലക്സാണ്ടർ ഇവിടെ കാണുമെന്ന് ഓസ്ലറിന് എങ്ങനെ മനസ്സിലായി? എന്നിട്ട് അങ്ങനെ അലക്സാണ്ടർ തന്നെ കഥ പറയും. അലക്സാണ്ടർ പണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഡെഡ് ബോഡിക്ക് വേണ്ടി അടിയിടുമ്പോൾ ഒരു കുട്ടിയെ പഴിച്ചപ്പെടും. ഈ കുട്ടിയെ അലക്സാണ്ടർ ഡയറി മിൽക്ക് ഒക്കെ കൊടുത്തങ്ങ് വളയ്ക്കും. Kissing me. I can read your lips on your fingertips. I can feel your smile come on my lips and happiness in your eyes. Kiss me. ഈ പെൺകുട്ടിയായിരുന്നു മറ്റേ ഡോക്ടറിന്റെ ചേച്ചി. പിന്നെ ഈ കോളേജിലെ കുറച്ച് തലകുറച്ച് പിള്ളേരായിരുന്നു സേവിയർ, സെൽവരാജ്, ശിവകുമാർ. ഈ ശിവകുമാറിന് ഈ പെൺകുട്ടി ഇഷ്ടമായിരുന്നു, പക്ഷെ വൺ സൈഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ അസൂയയില് പുള്ളിക്കാരൻ ബാക്കിയുള്ളവരെ എരികേറ്റി ഈ അലക്സാണ്ടറിന്റെ ശത്രുക്കളാണ്. അസൂയ മൂത്ത് ഈ അലക്സാണ്ടറിനെ പെടുത്താൻ വേണ്ടി നമ്മുടെ സേവിയർ ഈ സർജറി അട്ടിമറിക്കും. അങ്ങനെ കൃഷ്ണദാസന്റെ സൗണ്ട് പോകും. അങ്ങനെ മെഡിക്കൽ നെഗ്ലിജൻസിന്റെ പേരിൽ അലക്സാണ്ടറിനെ സസ്പെൻഡ് ചെയ്യും, സേവിയറിനെ ഡിസ്മിസ് ചെയ്യും. ഈ പുറത്താക്കിയതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഈ അലക്സാണ്ടറിനെ അവിടുത്തെ ഡിസെക്ഷൻ ഹോളിൽ നമ്മുടെ അറ്റൻഡന്റ് സഹായത്തിൽ കൊണ്ടുവന്നിട്ട് വസക്ടമി ചെയ്യാൻ പോകും. എന്നിട്ട് ചെയ്യൂ? ഇല്ല, പകുതിക്ക് വെച്ച് നമ്മുടെ അലക്സാണ്ടറെ തല അടിച്ച് പൊട്ടിച്ചിട്ട് ഒരു കാറിനകത്ത് കൊണ്ടിട്ട് ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അലക്സാണ്ടർ കോമയിലാവും. അപ്പൊ മറ്റേ പെൺകുട്ടി? ഈ കോമയെന്ന് ഇനി അലക്സാണ്ടറിനെ എണ്ണിക്കത്തില്ല എന്ന് മനസ്സിലാക്കി ഈ പെണ്ണാണ് ഈ ബസ്സിന്റെ ഫ്രണ്ടിൽ ചാടും. അതിന്റെ ആ നിമിഷം തന്നെ അലക്സാണ്ടർ കണ്ണു തുറക്കും. അതെന്തൊരു ക്രൂരനാടോ. അല്ല, അതിപ്പോ ഈ പെൺകുട്ടി ജീവിച്ചിരുന്ന അലക്സാണ്ടറിന് പ്രതികാരം ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നിട്ട് ഈ അലക്സാണ്ടർ കോമയിൽ നിന്ന് എണ്ണിച്ചപ്പോഴത്തേക്ക് പുള്ളിക്ക് വേറെ ഒന്നും ഓർമ്മയില്ല. അങ്ങനെ കുറെ വർഷം കഴിഞ്ഞ് നമ്മുടെ കൃഷ്ണദാസിന്റെ ഒരു പ്രോഗ്രാം TV കാണുമ്പോഴാണ് പുള്ളിക്ക് ഇതെല്ലാം ഓർമ്മ വരുന്നത്. അല്ല, പുള്ളിക്ക് കോളേജിൽ വേറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നത്. അവിടെ ഒന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അലക്സാണ്ടർ ഈ പോലീസ് കസ്റ്റഡി എന്ന് ഈ കഥയെല്ലാം പറയുവാണല്ലോ. അപ്പൊ ഈ കഥയെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അലക്സാണ്ടർ പറയും നമ്മുടെ സേവിയറിനെ ഒന്ന് കാണണമെന്ന്. സമ്മതിക്കത്തില്ലായിരിക്കും അല്ലേ? ഓസ്ലർ നിഷ്കളങ്കനാണല്ലോ. പുള്ളിക്കാരൻ ഏതാഗ്രഹം സമ്മതിച്ചോളൂ. പുള്ളി സേവിയറിനെ വെച്ച് അലക്സാണ്ടർ ഫ്രണ്ടി കസേര ഇട്ടങ്ങ് ഇരുത്തി കൊടുക്കും. കൊള്ളാം, നല്ല പോലീസ്. കുറച്ച്
കൊല്ലാൻ നോക്കിയ ആളെയാണ് ഫ്രണ്ട് ഈ കസേരയെ കൊണ്ടുവന്ന് ഇരുത്തി കൊടുത്തേക്കുന്നത്. പക്ഷെ അവിടെ വെച്ച് സേവ്യറിനെ കൊല്ലത്തില്ല. അതിന്റെ പിറ്റേന്ന് സേവ്യറിന് ഒരു പുസ്തക പ്രകാശന ചടങ്ങുണ്ട്. അവിടെ വന്ന് പുള്ളിക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും. വാട്ട് എ കോയിൻസിഡൻസ്. അത് നേരത്തെ അലക്സാണ്ടർ ഞരമ്പ് കുറിക്കാൻ വേണ്ടി ഒരു സർജിക്കൽ മാർക്ക് വരച്ചില്ലായിരുന്നു, അതിനകത്ത് വേറൊരു സാധനം ഇഞ്ചെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനം ഉള്ളിൽ ചെന്നാൽ 7 ദിവസം കഴിഞ്ഞ് ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോകും. അങ്ങനെയാണ് നമ്മുടെ സേവിയർ മരിച്ചത്. ഹാർട്ട് കോഡ് വൈറസ് ആയിരിക്കും അല്ലേ? അല്ല ചേട്ടാ, ഇത് ബാക്ടീരിയ. അല്ല, ഇത്രയും വലിയ സാധനം കയ്യിലുണ്ടായിട്ടാണ് ഇതെല്ലാം ഈ പബ്ലിക് ആയിട്ട് ചെയ്തോണ്ടിരുന്നത്. ഇയാൾക്ക് ഈ ആക്സിഡന്റ് സമയത്തും ആരും അറിയാതെ ഇത് പഠിച്ചു കിട്ടാൻ മതിയായിരുന്നല്ലോ. അല്ലെങ്കിൽ ആ ഹോട്ടലിൽ വെച്ച് ലഡുവിനകത്ത് ഇഞ്ചെക്ട് ചെയ്ത് കൊടുത്താൽ പോരായിരുന്നു. അതിന് പകരം ഹോസ്പിറ്റലിൽ നുഴഞ്ഞു കയറുന്നു, ഞരമ്പ് കുറിക്കുന്നു, ഹാപ്പി ബർത്ത്ഡേ കാർഡ് വെക്കുന്നു. ഇപ്പോഴെന്നെ അറസ്റ്റിലുമായി. അതിൽ വെച്ച് വെറുതെ കയറി പിരികൊടുത്തേക്കുന്നു. അല്ല അത് പിന്നെ ഈ അലക്സാണ്ടർ പിന്നെ ഒറ്റത്തറിയാവുന്നെങ്കിലും പറയാം. ആ കൃഷ്ണദാസ് എന്തിന്റെ സൂക്കരായിരുന്നു. അത് അമ്മയുടെ കാര്യം ആലോചിക്കുമ്പോഴാ പണം കഴിക്കോ. ഇല്ലില്ല, നമ്മുടെ അലക്സാണ്ടറേയും കൃഷ്ണദാസനെയും ജയിലിൽ മറ്റവന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാൻ നേരത്ത് വീണ്ടും ഒന്നും കൂടെ കാണും. ഹലോ ഓസ്ലർ. ഹലോ അലക്സാണ്ടർ. ഹലോ കൃഷ്ണദാസ്. അവിടെ വെച്ച് നമ്മുടെ അലക്സാണ്ടർ ഒരു കാര്യം പറയും, ബോൺ റെസിഡ്യൂ. അതെന്താ? അത് ഈ ഇറച്ചിയൊക്കെ വെട്ടുമ്പോൾ നമ്മൾ എല്ലിന്റെ തരിയൊക്കെ ഈ വെട്ടുകത്തിയിലൊക്കെ പറ്റി പിടിക്കും. അത് എത്ര കഴിയാലും പോകത്തില്ല. അതിനാണ് ഈ ബോൺ റെസിഡ്യൂ എന്ന് പറയുന്നത്. ഓസ്ലറുടെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ബോൺ റെസിഡ്യൂ ആ വെട്ടുകത്തിയിൽ ഇല്ലായിരുന്നു എന്ന് പുള്ളിക്ക് മനസ്സിലാവും. ഇത് പുള്ളിക്ക് നേരത്തെ അറിയില്ലായിരുന്നു. അറിയാമെങ്കിൽ നേരത്തെ കണ്ടുപിടിക്കത്തില്ലായിരുന്നു. അപ്പൊ മറ്റവൻ ഭാര്യയും കൊച്ചിനെയും കൊന്നിട്ടില്ല. ഇല്ലട്ടാ, ഇതിപ്പോ ഈ അലക്സാണ്ടർ പറഞ്ഞില്ലായിരുന്നെങ്കിലോ? പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഓസ്ലർ മാസാമാസം കൊണ്ടുവരുന്ന ബിരിയാണി നിന്നിട്ട് അവൻ ജയിലിൽ കിടന്നാനെ. കൊള്ളാം. അല്ല, ഇവൻ എന്തിനാ ഈ 4-5 കൊല്ലം ജയിലിൽ കിടക്കുന്നത്? അലക്സാണ്ടറിന് ഈ ബോൺ റെസിഡ്യൂ വെട്ടുകത്തിയില്ലെന്ന് എങ്ങനെ മനസ്സിലായി? ഈ ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരം ഞാൻ സെക്കൻഡ് പാർട്ടി തരാം. ഓ, സെക്കൻഡ് പാർട്ടും ഉണ്ടോ? പിന്നില്ലേ, കൊള്ളാം. എന്തായാലും തിരങ്കി പോയി അടി വാങ്ങുന്നതിലും ഭേദമാ. അല്ല, ഈ അലക്സാണ്ടറായിട്ട് ആരെയും ഉദ്ദേശിക്കുന്നത്? മമ്മൂക്കയാണ് എന്റെ മനസ്സില്. ഞാൻ എന്തായാലും ഇക്കടുത്ത് കഥയൊന്ന് പറഞ്ഞു നോക്കട്ടെ. അവസാനം പടത്തിന് ഹീറോ അലക്സാണ്ടർ ആവൂ? ഏയ്, പടത്തിന്റെ പേര് തന്നെ ചേട്ടന്റെ ക്യാരക്ടറിന്റെ പേരാ. ഒന്നും പറയാ ഒന്നും പറയാ